ഹായ്, ഞാൻ ഡോക്ടർ സ്മിത മധു, സബൈൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ കൺസൾട്ടന്റ് ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ആണ്. തൈറോയിഡും പ്രഗ്നൻസിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? നമ്മുടെ സമൂഹത്തിൽ തൈറോയിഡിന്റെ ഇൻസിഡൻസ് ഒരു 2 മുതൽ 5% വരെ ആൾക്കാരിലാണ് കാണുന്നത്. അത് പലതരത്തിൽ വരാം. ഒന്ന് ഹൈപ്പോതൈറോയിഡിസം ആണ്, പിന്നൊന്ന് ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഇതിൽ ഹൈപ്പോതൈറോയിഡിസം ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഹൈപ്പോതൈറോയിഡിസം തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സബ് ക്ലിനിക്കൽ, അതായത് അവർക്ക് തൈറോയിഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ വേരിയേഷൻ കാണാനൊക്കെയുള്ളൂ. പിന്നൊന്ന് ഓവേർട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മുന്നേ തന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ കാണാം. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ തൈറോയിഡ് വലിപ്പം വെച്ച് ഗോയിറ്റർ പോലെ സ്വെല്ലിംഗ് ആയിട്ട് കാണാറുണ്ട്. തൈറോയിഡ് നമ്മൾ എങ്ങനെയുള്ളവരെയാണ് സ്ക്രീൻ ചെയ്യേണ്ടത്? യൂണിവേഴ്സലായിട്ട് എല്ലാവരെയും സ്ക്രീൻ ചെയ്യാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ തൈറോയിഡിന്റെ പ്രോബ്ലംസ് വളരെ അധികമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ എല്ലാവരെയും സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ അടുത്തൊരു ഗർഭിണി വരുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്യിക്കും. ഈ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിന്റെ വാല്യൂ അനുസരിച്ചാണ് അവർക്ക് തൈറോയിഡിന്റെ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പലപ്പോഴും കാണുന്ന ഒരു പ്രവണതയാണ് തൈറോയിഡ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഗർഭിണി ആവുമ്പോൾ അപ്പോൾ തന്നെ മെഡിസിൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം കുഞ്ഞിന്റെ ബുദ്ധി വളർച്ചയ്ക്ക് അമ്മയുടെ തൈറോയിഡിന്റെ ഹോർമോൺ അഡിക്വേറ്റ് ആയിട്ട് രീതിയിൽ കിട്ടേണ്ടതാണ്. മാത്രമല്ല പലപ്പോഴും നമുക്ക് തൈറോയിഡിന്റെ ഡോസേജ് കൂട്ടേണ്ടതായിട്ട് വരാറുണ്ട്. കാരണം പ്രഗ്നൻസിയിൽ ഇനീഷ്യലി തൈറോയിഡിന്റെ ഫംഗ്ഷൻ വളരെയധികം ഹൈ ആയിരിക്കും.